ആവശ്യത്തിന് കപ്പൽ സർവീസ് ഇല്ലാത്തതിനാൽ നാട്ടിൽ പോകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ലക്ഷദ്വീപ് നിവാസികൾ. അവധിയായതിനാൽ കൂടുതൽ സർവീസ് ആവശ്യമുള്ള സമയമാണിത്. വെറും 2 കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പഠനത്തിനും ചികിത്സയ്ക്കുമൊക്കെയായി കൊച്ചിയിലെത്തിയവരിൽ പലരും ദുരിതത്തിലാണ്. ടോപ് 10 സ്പെഷ്യൽ. 10-ലധികം കപ്പലുകൾ ഉണ്ടായിരുന്നത് 7 പിന്നീട് 5 ഒടുവിലത് 2 ഇതോടെ സ്വന്തം നാട്ടിലെത്തണമെങ്കിൽ മാസങ്ങളോളം ഒരു ടിക്കറ്റിനായി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ലക്ഷദ്വീപുകാർ. പഠനം, ചികിത്സ, ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ദ്വീപുകാർക്ക് കൊച്ചിയിലെത്തണം. എന്നാൽ തിരികെ പോകാൻ സാധിക്കുന്നില്ല. ചികിത്സയ്ക്കായി എത്തുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. കയ്യിലെ കാശ് മുഴുവനും മുടക്കി ചികിത്സ നടത്തുകയും വേണം. അത് കഴിഞ്ഞാലും ദിവസങ്ങളോളം കൊച്ചിയിൽ തങ്ങാനുള്ള പണവും കണ്ടെത്തണം. ഈ ദുരിതം നാൾക്കുനാൾ വർദ്ധിക്കുന്നതല്ലാതെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ലക്ഷദ്വീപിലെ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഓഫീസ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ലക്ഷദ്വീപിലുണ്ടായിരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവിടെ വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. ഇപ്പോൾ നിലവിൽ അതെല്ലാം അടച്ചുപൂട്ടി അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവാക്വേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഇവാക്വേഷന് നമുക്ക് ആകെ കൂടെ ഉള്ളതൊരു ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്ററിൽ 2 സോർട്ടി മാത്രമേ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. കപ്പലിലേക്കുള്ള ടിക്കറ്റ് വിതരണം ഓൺലൈനാക്കിയതോടെ പ്രായമായ പലർക്കും അത് ലഭിക്കുന്നില്ല. തട്ടിപ്പുകാരും ഇതിനിടയിലുണ്ടെന്നാണ് ദ്വീപ് നിവാസികളുടെ ആരോപണം. മൊത്തമായി ടിക്കറ്റ് വാങ്ങി കരിഞ്ചന്തയിൽ 3-4 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു. സ്വന്തം നാട്ടിൽ കാലുകുത്താൻ ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വരികയാണ് ഇവർ. ഞങ്ങൾ വന്നിട്ട് 1 മാസം ആറായി. ഇതുവരെയായിട്ട് ലക്ഷദ്വീപിലെ പോകാൻ ടിക്കറ്റില്ല. ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിനാണ് വന്നത്. കുടുംബമൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള ആൾക്കാരെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം, അവിടെ നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു അന്വേഷണം ഇതുവരെ ഭരണകൂടം ഭാഗത്തില്ല. കൊച്ചിയിൽ ലക്ഷദ്വീപ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇതിന്റെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തിയതോടെ റൂം റേറ്റിലും വർധനവുണ്ടായതായി ദ്വീപുകാർ ആരോപിക്കുന്നു. നിലവിലുള്ള കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നതാണ് മറ്റൊരു പ്രശ്നം. സാങ്കേതിക പ്രശ്നമുണ്ടായാൽ അത് ശരിയാക്കാൻ വീണ്ടും സമയമെടുക്കും. പരാതികൾ കൊടുക്കുന്നതല്ലാതെ യാത്രാ ദുരിതത്തിന് അറുതി വരുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കൊച്ചിയിൽ ഒരു ടിക്കറ്റിനായി കാത്തിരിക്കുന്ന 100 കണക്കിന് ദ്വീപ് നിവാസികളാണുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. ചികിത്സയ്ക്കായി കൊച്ചിയിൽ വന്ന് തിരികെ പോകാനാകാതെ ബുദ്ധിമുട്ടുന്നവരാണ് മിക്ക ലക്ഷദ്വീപ് നിവാസികളും. 2 മാസമായിട്ടും നാട്ടിലെത്താൻ സാധിക്കാതെ ഇവിടെ കഴിയുന്നവരുണ്ട്. കൂടുതൽ സർവീസുകൾ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ 5 കപ്പലും കൂടി റണ്ണിങ് കണ്ടീഷനിലായാലാണ് നമുക്ക് ഏകദേശം ഒരു സാറ്റിസ്ഫാക്ഷനിൽ എത്തുള്ളൂ. ഓടുന്ന കപ്പലെന്നാണെങ്കിൽ ഇപ്പോൾ MV കവർത്തി എന്ന് പറഞ്ഞ ഷിപ്പ് കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് ഡോക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഷിപ്പാണ് നമുക്ക് സർവീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഓടിത്തുടങ്ങി 1 മാസം പോലും തികഞ്ഞിട്ടില്ല. തികയാൻ മുമ്പ് കംപ്ലൈൻ്റ് ആയി. ഇവിടെ അധികാരികൾ എന്ന് പറയുന്ന നിലയിൽ നമ്മൾ ചോദിക്കാൻ പോയിട്ടുള്ള ഇന്നേ വരെയായിട്ടുള്ള എല്ലാ അധികാരികളും മൗനം വഹിക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 കപ്പലുകൾ എന്ന് പറയുന്നത് പിന്നെ അത് 5 ആ 5 കപ്പലുകൾ പിന്നെ വീണ്ടും ചുരുക്കാൻ തുടങ്ങി. ഇപ്പം കഴിഞ്ഞ 1 വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രതിഭാസം കാണുന്നത്. 1 കപ്പൽ മാത്രം ലക്ഷദ്വീപുകാർക്ക് മതി എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ അവർ പറയുന്നത് ഡോക്ക് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് തീർന്നു പോയെന്നുള്ളത്. ലക്ഷദ്വീപിലെ ഏറ്റവും പീക്ക് ടൈമാണ് ഇപ്പോൾ വെക്കേഷൻ. എല്ലാ ആളുകളും സ്കൂൾ ലീവ് ആകുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് വൻകരയിലേക്ക് വരുന്ന ടൈമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇത് നടക്കുകയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഡാറ്റയും യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം. പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ കൃത്യമായ വർക്കൗട്ട് നടക്കുന്നില്ല. ഇപ്പോഴുമുണ്ട് ഒരുപാട് പേര് കുടുങ്ങിക്കൊടുക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. സാധാരണക്കാരന് ഈ ഓൺലൈൻ ടിക്കറ്റ് ഒരിക്കലും പ്രാപ്യമല്ല. ടിക്കറ്റ് റിലീസ് ചെയ്ത് 3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ടിക്കറ്റും ബ്ലോക്ക് ആവുന്നുണ്ട്. സാധാരണക്കാരന് ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റിൽ വലിയ കളിയാണ് നടക്കുന്നത്. 1 വർഷമായി നാട്ടിൽ പോയിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു, സൗദിയിലായിരുന്നു. ഇവിടെ വന്നിട്ട് 3 ആഴ്ചയായിപ്പോൾ ഓരോ കപ്പലും മിനിക്കോയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഓൺലൈനിൻ്റെ ഈ ടിക്കറ്റ് ഓൺലൈൻ സിസ്റ്റം അത്ര സുതാര്യമല്ല. ഇവിടെ വരുമ്പോൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ടിക്കറ്റ് കിട്ടാതെ കുറേ ദിവസം ഇവിടെ കിടക്കാറുണ്ട്. അങ്ങനെ കാര്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് തന്നെ ഒരു 200-300 രൂപയ്ക്കൊക്കെ റൂം കിട്ടുന്ന ഒരു സംഭവം, ഇതൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇതൊക്കെ സ്വകാര്യവൽക്കരിച്ചു. ചാർജുകൾ ഇരട്ടിയായി. അശ്വതി ചേരുകയാണ്. അശ്വതി, എഴുതി തയ്യാറാക്കിയ പരാതികൾ, വാക്കാലുള്ളവ എല്ലാം ഈ ലക്ഷദ്വീപുകാർ അധികാരികൾക്ക് മുന്നിൽ വച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഡേറ്റ കളക്ഷൻ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നില്ലേ?
ലക്ഷദ്വീപിലെ നൂറുകണക്കിന് ആളുകളാണ് കൊച്ചിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് അവധിക്കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾക്ക് സ്വന്തം നാടുകളിലേക്ക് പോകേണ്ടി വരും. അതിൽ വിദ്യാർത്ഥികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ ഈ കൊച്ചിയിൽ ചികിത്സയ്ക്കായി എത്തിയവരുണ്ട്. ഇവരൊക്കെ തന്നെ വലിയ ചിലവ് മുടക്കി ഇവിടെ കൊച്ചിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആവശ്യമായിട്ടുള്ള കപ്പൽ സർവീസ് ഇല്ല എന്നതാണ്. 2 കപ്പലുകളാണ് ഇപ്പോൾ ഉള്ളത് സർവീസ് നടത്തുന്നത്. അതായത് ഒരു സമയം ഒരു സർവീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ടിക്കറ്റുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് ഈ ദ്വീപ് നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഇടനിലക്കാരായ പല ആളുകളുമുണ്ട്. അവർ ഓൺലൈനിൽ ടിക്കറ്റ് വാങ്ങി ഇത്തരത്തിൽ ഇരട്ടിത്തുകയ്ക്ക് 3 ഇരട്ടി തുകയ്ക്കൊക്കെ വിൽക്കുന്നു എന്ന ഒരു ആരോപണം നേരിടുന്നുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് ഈ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ രോഗികൾ ഇവിടെ കിടക്കുന്നുണ്ട്. വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത്. ആവശ്യത്തിന് പണമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ കൊച്ചിയിലെ ചെലവ് താങ്ങിക്കൊണ്ടാണ് അവർ ഇവിടെ കഴിയുന്നത്. ഇതിന് എത്രയും വേഗം നടപടി സ്വീകരിച്ച് കൂടുതൽ കപ്പലുകൾ സർവീസ് നടത്താൻ യോഗ്യമാക്കണമെന്നതാണ് ദ്വീപുകാരുടെ പ്രധാന ആവശ്യം. ശരി അശ്വതി, എന്തായാലും ചികിത്സയ്ക്കായൊക്കെ കൊച്ചിയിൽ വന്ന് തിരികെ പോകാനാകാതെ ബുദ്ധിമുട്ടുന്ന ലക്ഷദ്വീപ് നിവാസികളുടെ ഒരു ബുദ്ധിമുട്ട് അത് അധികൃതർ കാണണം എന്ന് തന്നെയാണ് ടോപ് 10 ആവശ്യപ്പെടാനുള്ളത്.